നമസ്കാരം. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ആഫ്റ്റർ എഫക്ട്സിൻ്റെ പുതിയ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ് ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായി നമ്മൾ പറയണമെന്നില്ല. കാരണം മിക്ക കൂട്ടുകാർക്കും അതിൻ്റെ ബേസിക്സുകളും അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുമാണ്. എന്നിരുന്നാലും ഞാൻ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ആരംഭിക്കുന്നതാണ്. ഐ ആം ജയചന്ദ്രൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ടൈറ്റിൽ അനിമേഷൻ, VFX, ഇൻഫോഗ്രാഫിക്സ്, അഡ്വാൻസ്ഡ് ഫ്രെയിം അനിമേഷൻസ്, ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കോമ്പോസിഷൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. 2D അനിമേഷൻസും 3D ലെയറിങ്ങും അതുപോലെയുള്ള പല കാര്യങ്ങളും വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാവുന്നതാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ഓരോ വീഡിയോകളിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് എക്സാമ്പിൾ സഹിതം ചെയ്ത് നമുക്ക് ഓരോ വീഡിയോയും ചെയ്യാം. നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറുകളെയും പോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ കാണുന്നതാണ് ടാസ്ക് ബാർ. ടാസ്ക് ബാറിൽ തന്നെ ഫയൽ, എഡിറ്റ്, കോമ്പോസിഷൻ, ലെയർ, എഫക്റ്റ്, അനിമേഷൻ, വ്യൂ, വിൻഡോ, ഹെൽപ്പ്, അങ്ങനെ പല ഹെഡിങ്ങുകൾ കാണാവുന്നതാണ്. ടാസ്ക് ബാറിലുള്ള ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വണ്ണായി തന്നെ കാണുന്ന ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പ്രോജക്റ്റ്, ന്യൂ ടീം പ്രോജക്റ്റ്, ന്യൂ ഫോൾഡർ, അഡോബ് ഫോട്ടോഷോപ്പ് ഫയൽ, മാക്സോൺ സിനിമ 4 ഫയൽ, അങ്ങനെ നിരവധി ലിങ്കുകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ പ്രോജക്റ്റ്, ഓപ്പൺ ടീം പ്രോജക്റ്റ്, ഓപ്പൺ റീസെൻറ്റ്, അങ്ങനെ നിരവധി ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അപ്പോൾ അവയെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിചയപ്പെടാവുന്നതാണ്. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ നാം നിർമ്മിക്കുന്ന പല വീഡിയോകളിലും പല വെറൈറ്റിയിലുള്ള എഫക്ട്സുകൾ ആഡ് ചെയ്യുവാൻ പറ്റുന്നതാണ്. നാം സിനിമകൾ തുടങ്ങുമ്പോൾ കാണുന്ന ടൈറ്റിൽ അനിമേഷൻസും മറ്റും നമുക്ക് വളരെ സിമ്പിളായി തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ നിർമ്മിക്കാവുന്നതാണ്. സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അഡോബ് പ്രീമിയർ പ്രോയും അഡോബ് ആഫ്റ്റർ എഫക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. അഡോബ് പ്രീമിയർ പ്രോ എന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് എഫക്ട്സുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ പ്രത്യേകത. അതായത് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എന്നത് ഒരു മാനിപ്പുലേഷൻ ഓർ കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ അകത്ത് നാം പ്രധാനമായിട്ടും ചെയ്യുന്നത് ക്രോമ കീ കട്ടിംഗ്, ടെക്സ്റ്റ് അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, മോഷൻ ട്രാക്കിംഗ്, കളർ ഗ്രേഡിംഗ്, മോഷൻ ഗ്രാഫിക് അനിമേഷൻ, ടൈറ്റിലിംഗ്, ലൈറ്റ് ആൻഡ് ക്യാമറ വിത്ത് ലെയർ അനിമേഷൻ, അങ്ങനെ വളരെ ഈസിയായി ചെയ്യാവുന്ന, അങ്ങനെ ഒരുപാട് മാജിക്കലായിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും അഡോബ് ആഫ്റ്റർ എഫക്ട്സിലുണ്ട്. ടാസ്ക് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നതാണ് മെനു ബാർ. ലെഫ്റ്റ് ടോപ്പ് സൈഡിൽ മെനു ബാറിന് താഴെ കാണുന്നതാണ് പ്രോജക്റ്റ് വിൻഡോ. പ്രോജക്റ്റ് വിൻഡോയുടെ റൈറ്റ് സൈഡിലുള്ളതാണ് കോമ്പോസിഷൻ വിൻഡോ. കോമ്പോസിഷൻ വിൻഡോയുടെ താഴെയുള്ളതാണ് ടൈം ലൈൻ. കോമ്പോസിഷൻ വിൻഡോയുടെ റൈറ്റ് സൈഡിലുള്ളതാണ് സൈഡ് ബാർ വിൻഡോ. നാം അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിക്കുമ്പോൾ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സ് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരുപാട് എഫക്ട്സുകൾ കാണാവുന്നതാണ്. അതായത് അനിമേഷൻ പ്രീസെറ്റ്സ്, 3D ചാനൽസ്, ഓഡിയോ, ബ്ലർ ആൻഡ് ഷാർപ്പൺ, അങ്ങനെ നിരവധി എഫക്റ്റുകൾ കാണാവുന്നതാണ്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ എഫക്ട്സിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വിൻഡോസിൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് ഞാനിവിടെ അൺടിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് കാണുന്നില്ല. നമ്മൾ വിൻഡോസിൽ വന്ന് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് കാണാവുന്നതാണ്. അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ സ്ക്രീൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ഡീഫോൾട്ടായിട്ട് പല സ്ക്രീൻ സൈസുകൾ കാണാവുന്നതാണ്.
ഇതിൽ തന്നെ ഒരുപാട് ടൂൾസുകളുണ്ട്. ഈ ടൂൾസുകൾ നമുക്ക് വിശദമായി പിന്നീട് നോക്കാവുന്നതാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി വരുന്ന ഓരോ വീഡിയോയിലും ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ആഫ്റ്റർ എഫക്ട്സും അതുപോലെയുള്ള മറ്റ് വീഡിയോകളും ഇനി നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ മുഴുവനായി കണ്ട താങ്കൾക്ക് നന്ദി.